ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഐറ്റമാണ് CC എന്ന ബ്രാൻഡിൻ്റെ, അതായത് കൂൾച്ചിക് ഓട്ടോ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. CC എന്ന ബ്രാൻഡിൻ്റെ ഒരു ഡിഫൻഡറാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ അൺബോക്സ് ചെയ്ത പോലെയല്ല, ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ്. ഇതിന് മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്താൽ അറിയാം, MVD നമുക്ക് അതിന് ലോക്ക് ഇടും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നമ്മുടെ ഡൈകാസ്റ്റൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ പറ്റിയ, കസ്റ്റം ചെയ്യാൻ പറ്റിയ കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു ടൈപ്പ് അൺബോക്സിങ് കേരളത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് ടൈം ഇത് ചെയ്യുന്നതെന്ന് തോന്നും. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത് ലാൻഡ് റോവറിൻ്റെ ഒരു ഡിഫൻഡറാണ്, 110 ഇത് വരുന്ന ഒരു ഡിഫൻഡറാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കാതെ അങ്ങോട്ട് നേരെ ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് വേറെ ആരും അൺബോക്സ് ചെയ്ത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് കേരളത്തിൽ ഞാനാണ് ഇത് ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യുന്നത് പറഞ്ഞത്. കുറേ സായിപ്പ്മാരൊക്കെ ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു ഐറ്റം മേടിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡലെന്ന് പറയുന്നത്. ഇതും 1/43 സ്കെയിലിൽ വരുന്ന ഒരു അടിപൊളി മോഡലാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന മോഡൽ പോലല്ല ഇതിന് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ലൈസൻസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള മോഡലാണ്. ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു മോഡലാണ്. അപ്പോൾ ഈ ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഊരിമാറ്റാം. ഇതൊക്കെ ഊരിമാറ്റാൻ വെറുതെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ വരുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ചേച്ചിയുടെ പയ്യനുണ്ട്, നമ്മുടെ വീട്ടിലല്ല, നമ്മൾ കെട്ടാൻ പോകുന്ന കൊച്ചിൻ്റെ ചേച്ചിയുടെ മോൻ. അപ്പോൾ അവൻ ഇതിന് പറയുന്നത് ഊസമ്മാൻ എന്നാണ്, ഊസമ്മാൻ. അപ്പോൾ എന്തെങ്കിലും വണ്ടിയൊക്കെ ഇതുപോലെ ഞാൻ മേടിച്ച് കഴിഞ്ഞാൽ അവൻ ചോദിക്കും, പാപ്പി എൻ്റെ കൂടെ ഊസമ്മാൻ ഉണ്ടോ, ഊസമ്മാൻ കിട്ടില്ല എന്നൊക്കെ ചോദിക്കും. ഊസമ്മാൻ എവിടെയാ, കിൻഡർ ജോയ് മേടിച്ച് കഴിഞ്ഞാൽ ചോദിക്കും ഊസമ്മാൻ എവിടെയാന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതാണ് അവൻ്റെ ഭാഷയെ പറഞ്ഞ ഊസമ്മാൻ. ഈ ഊസമ്മാൻ നോക്കിയിട്ട് നമുക്കിതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എന്നാലും ഇത് ഫിക്സ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എവിടേക്കാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ യൂസർ മാനുവൽ നോക്കുന്നില്ല, അല്ലാതെ തന്നെ ഇത് ഫിക്സ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് വണ്ടി കിട്ടുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന ആക്സസറീസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ജെറിക്കാനും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അതായത് ഈ ഒരു പീസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ജെറിക്കാനെല്ലാം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി അത് ഫിക്സ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്ന് നമ്മളിതിനെ മോഡിഫിക്കേഷൻ ചെയ്ത് ഇതിനൊരു ഓഫ് റോഡ് ലുക്കിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വളരെയധികം സിമ്പിളാണ് അതിൻ്റെ പ്രോസസ്സൊക്കെ. സോ ഫസ്റ്റ് നമ്മൾ ഊരിയെടുക്കേണ്ടത് ഈ ഒരു ബോണറ്റാണ്. ഈ ബോണറ്റ് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ്റെ പാർട്സൊക്കെ അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ റൂഫ് റാക്ക് മാറ്റാനുള്ളൂ, ടയർ മാറ്റാനുണ്ട്, ഈ ബമ്പർ ഫ്രണ്ട് ബമ്പർ മാറ്റാനുണ്ട്, റിയർ ബമ്പർ മാറ്റാനുണ്ട്, ഈ സ്റ്റെപ്പിനയുടെ പോർഷൻ മാറ്റാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മാറ്റേണ്ടത്. എന്നിട്ട് ജെറിക്കാനെല്ലാം ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു റൂഫ് റാക്ക് വെക്കുമ്പോഴത്തേക്കും അതിൽ ഇതെല്ലാം ഫിക്സ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിനെ നേരെ കൺവേർട്ട് ചെയ്ത് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്ത് ഓഫ് റോഡിലോട്ടാക്കാം. ഈ ബോണറ്റിൻ്റെ ഇവിടെ പിടിച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ ഊരിക്കഴിഞ്ഞാൽ ഈ ബോണറ്റിൻ്റെ ഈ ഒരു പോർഷൻ ഊരി വരുന്നതായിരിക്കും. അത്രയും സിമ്പിളായിട്ട് ഇത് എന്താ പറയുന്നത് മാറ്റാൻ പറ്റുന്നൊരു പാർട്ടാണ് ഇതിൻ്റെ എല്ലാ പോർഷനും. ബമ്പറും അതുപോലെ തന്നെ, ബമ്പറും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ബമ്പറും അതുപോലെ ഊരിപ്പോരുന്നതാണ്. റൂഫ് റാക്കും അതുപോലെ സിമ്പിളാണ്. റൂഫ് റാക്ക് ഇതാ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് ഊരിപ്പോരും. പക്ഷേ കുറച്ച് ശ്രദ്ധിച്ച് വലിക്കണം. ഇതെല്ലാം വരുന്നത് പ്ലാസ്റ്റിക്കിലായതുകൊണ്ട് തന്നെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ഈ ഒരു പോർഷനൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഫിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുപോലെ തന്നെ ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ആക്സസറീസ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ല, ഈ ടൂൾ നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ല. ഈ ബോക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഇരിക്കുന്ന മോഡൽ നമുക്ക് ഈ ബോക്സ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഈ ബോക്സ് ഈ ബോക്സ് ഊരി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ടൂൾ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറ്റില്ല. പിന്നെ നമുക്ക് മാറ്റേണ്ടത് ഈ ഒരു പാർട്ടാണ്, അതായത് ഈ ഒരു സ്റ്റെപ്പിൻ്റെ പോർഷനാണ്. അതിങ്ങനെ പിടിച്ച് കറക്കി കഴിഞ്ഞാൽ അതും സിമ്പിളായിട്ട് ഊരിപ്പോരും. ഇതിൻ്റെ അകത്തെ പാർട്ടെല്ലാം അതുപോലെ അത്രയും സിമ്പിളാക്കി ടയർ ഉണ്ടോ, ടയർ പിടിച്ച് വലിച്ചാലും ഊരിപ്പോരാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയിരിക്കുന്ന വണ്ടികളെല്ലാം തന്നെ പുൾ ബാക്ക് ആണെങ്കിൽ ഇത് പുൾ ബാക്ക് അല്ല, ഇത് വെറുതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഇത് ഇതുപോലെ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ളതും 100% കളക്റ്റബിൾ മോഡലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതങ്ങനെ പുൾ ബാക്കിൽ ഒന്നും വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്ലാസിൻ്റെ പോർഷൻ ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് ഡ്രോ ചെയ്തിരിക്കുകയാണ്. പെയിൻറ്റ് ജോബാണ് ലൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ എല്ലാം വരുന്ന ഗ്ലാസ്സാണ്. ഇതിൻ്റെ ലൈറ്റോടെ വർക്ക് ചെയ്യുന്നതാണ് ഈ 1/24 സ്കെയിലിൽ വരുമ്പോഴത്തേക്കും. സോ നമുക്ക് അതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇതിലേക്ക് വരാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ടയേഴ്സും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും പാർട്ടാണ് നമുക്ക് ഊരിയെടുക്കാനുള്ളത്. പിന്നെ ഇത് ഈ ഒരു പോർഷൻ ഇത് അഴിച്ചെടുക്കുന്ന കുറച്ച് പാടാണ്, കാരണം കുറച്ച് നഖമൊക്കെ ഉള്ളവർക്ക് ഇത് പറ്റത്തുള്ളൂ. ഈ റിയർ ബമ്പർ കൂടെ അഴിച്ചു മാറ്റണം. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് കണ്ടീഷനിൽ നമ്മളിപ്പം എന്താ പറയുന്നത് ഒരു വർക്ക്ഷോപ്പിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നാണ് നമ്മളിത് മോഡിഫിക്കേഷൻ ചെയ്ത് നമ്മുടെ ഓഫ് റോഡ് ലുക്കിലേക്ക് വരുത്താൻ പോകുന്നത്. സോ അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈ റൂഫ് റാക്ക് ആദ്യം സെറ്റപ്പ് ചെയ്യാം. എഞ്ചിൻ പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് പാടായ കാരണം നമുക്ക് എഞ്ചിൻ്റെ പാർട്ടൊക്കെ നമുക്ക് അവസാനം സെറ്റപ്പ് ചെയ്യാം. അപ്പം ഈ റൂഫ് റാക്ക് എടുത്തിട്ട് ഈ ഒരു പോർഷനിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഫിക്സ് ആയിരിക്കുന്നതാണ്. അതുപോലെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ് നമുക്ക് ഈ ഒരു റിയർ ബമ്പർ. അപ്പോൾ ഇതാണ് ബ്ലാക്കിലാണ് റിയർ ബമ്പർ വരുന്നത്.
സോ റിയർ ബമ്പർ ഇതുപോലെ എടുത്ത് ഈ ഒരു പോർഷനിട്ട് വെച്ച് പ്രസ് ചെയ്തതിന് റിയർ ബമ്പർ അവിടെ ഫിക്സായി. അതുപോലെ വരുന്നതാണ് ഈ ഒരു, അപ്പോൾ സ്റ്റോക്കാണ് ഇതിൻ്റെ ഈ ഒരു സൈഡ് സ്റ്റെപ്പ് വരുന്നത്. അത് ഇങ്ങനെ പിടിച്ച് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് സൈഡ് സ്റ്റെപ്പ് നമുക്ക് ഇവിടുന്ന് ഊരിയെടുക്കാം. പിന്നുള്ളതാണ് ഈ ഓഫ് റോഡിൻ്റെ സൈഡ് സ്റ്റെപ്പ് വരുന്നത്. സോ അതും ഇത് ഊരിയെടുത്ത പോലെ തന്നെ വളരെയധികം സിമ്പിളാണ്. ഈ ഒരു പോർഷനിലേക്ക് ഇങ്ങനെ വെക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. കറക്റ്റായിട്ട് ഇതിൻ്റെ പാർട്സ് എല്ലാം വന്നിട്ടുള്ളതുകൊണ്ട് എഞ്ചിൻ്റെ പാർട്സ് മാത്രമേ ഉള്ളൂ എനിക്കൊന്ന് മോൾഡിങ്ങിൽ ഇച്ചിരി പ്രശ്നമുള്ളത്, അത് മാത്രം ഫിക്സ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അതാണ് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചത്. ഉണ്ടോ, സൈഡ് സ്റ്റെപ്പ് ഇത്രയും സിമ്പിളാണ്. സോ ഇതിൻ്റെ പിന്നെ വരുന്നൊരു പാർട്ടാണ് ഈ ഒരു ബോക്സ്. ഈ ഒരു ബോക്സ് വളരെയധികം സിമ്പിളാണ്. നമുക്ക് ഈ ട്രിപ്പൊക്കെ പോകുമ്പോൾ കൂളായിട്ടുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഇതിനകത്ത് വെക്കാം, ഐസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ റൂഫ് റാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻറ്റിലേക്ക് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് പ്രസ് കഴിഞ്ഞാൽ അതോട്ടിരിക്കും. പിന്നെ നമ്മുടെ ജെറിക്കാനൊക്കെ വെക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് പീസായിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് ഞാനിങ്ങനെ ഫിക്സ് ചെയ്തതാണ്, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചതാണ്. സോ ഇതിങ്ങനെ എടുത്തിട്ട് വെക്കുക. വളരെ സിമ്പിളായിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണിത്. നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ട, മറ്റൊരാളുടെ സഹായം വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് തന്നെ ഈസി ആയിട്ട് വെക്കാം. പിന്നെ ഇതിൻ്റെ റൂഫിൽ ഒരു ടയർ വെക്കേണ്ടതുണ്ട്, ഒരു സ്റ്റെപ്പിൻ്റെ ടയർ. അതിങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ റിയറിലും ഒരു ടയർ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കുന്നതാണ്. പിന്നെ ഈ വരുന്ന ടയറെല്ലാം വെക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഈ ഡിസ്കിലേക്ക് വെക്കുക, നമ്മൾ ഊരിയെടുത്ത പോലെ തന്നെ അത്രയും സിമ്പിളാണോ. വെച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ ടയർ അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. സോ നമ്മുടെ ഓഫ് റോഡ് ടയറെല്ലാം നമ്മൾ കയറ്റി, അതുപോലെ തന്നെ സ്റ്റെപ്പിന് വെച്ചിട്ടുണ്ട്, ജെറിക്കാൻ വെച്ചിട്ടുണ്ട്, ബോക്സ് വെച്ചിട്ടുണ്ട്, അതുപോലെ റൂഫ് റാക്ക് എല്ലാം നമ്മൾ മാറ്റി, റിയർ ബമ്പർ വെച്ചിട്ടുണ്ട്. സോ ഇനി വെക്കാനുള്ളത് നമ്മുടെ ബോണറ്റും എഞ്ചിൻ പാർട്ടും ഈ ഫ്രണ്ട് ബമ്പറാണ്. അപ്പോൾ ഫ്രണ്ട് ബമ്പർ ഞാൻ ലാസ്റ്റേ വെക്കുന്നുള്ളൂ, ഈ ബോണറ്റെല്ലാം സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിനി വെക്കാനുള്ളത് നമ്മുടെ എഞ്ചിൻ പാർട്ടാണ് വെക്കാനുള്ളത്. സോ എഞ്ചിൻ പാർട്ട് വെക്കാനായിട്ട് കുറച്ച് പരിപാടിയുണ്ട്, കാരണം അത് അത്ര ആക്യുറേറ്റ് എൻ്റെ മോൾഡിങ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇരിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിൻ്റെ പാർട്ട്. അപ്പോൾ ഒരു വിധത്തിൽ ഞാനിത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു പോർഷൻ്റെ ഈ ഒരു കാണുന്ന സിൽവർ പോർഷൻ്റെ മോൾഡിങ് അത്രയും കറക്റ്റ് അല്ല, അതുകൊണ്ട് അത് ഫിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്. സോ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ അധികം എളുപ്പമാണ്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ഇത് കാണാം, ഹോൾസ് കാണാം. ഈ ഹോൾസിലേക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക, കറക്റ്റായിട്ട് വെക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുണ്ടോ. ഇത് കറക്റ്റാണ് അതിൻ്റെ പ്രപ്പോർഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം അവിടെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് ബോണറ്റ് വെക്കുക. അതും വെക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഊരിയെടുത്ത പോലെ തന്നെ ഇവിടെ വെക്കുന്നു, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബോണറ്റ് അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു കാണാൻ അതിമനോഹരമായിട്ടൊരു ബീസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. സോ ഒരു എന്താ പറയുന്നത്, ഒരു ഗ്യാങ്സ്റ്റർ വണ്ടിയൊക്കെ പോലുണ്ട്. ഇനി നമുക്ക് വെക്കാനുള്ളത് ഇതിൻ്റെ ഫൈനൽ ഇതാണ്, ഫ്രണ്ട് ബമ്പർ ഫിക്സ് ചെയ്യാനും അതുപോലെ തന്നെ എളുപ്പമാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. സോ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഈ ലാഡർ നമുക്ക് ഇത് വെച്ചതിന്, അതായത് ലാഡർ വെച്ചതിന് ശേഷമാണ് ഇത് വെക്കേണ്ടത്. സോ എന്നാലും നമുക്കിത് ഫിക്സ് ചെയ്യാൻ നോക്കാം. ഇരിക്കുമായിരിക്കും. ഇവിടെ ഒരു ഹോളുണ്ട്, ഇതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ലാഡറും അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ലാഡർ വെറുതെ വെച്ചിരിക്കുന്നതല്ല കേട്ടോ, ലാഡർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒട്ടുമിക്ക പാർട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റോക്ക് ലുക്ക്. അപ്പോൾ സ്റ്റോക്ക് ലുക്കിൽ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത ലുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബമ്പറും ഓഫ് റോഡ് ടയർസും അതുപോലെ തന്നെ റൂഫ് റാക്കും ജെറിക്കാനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ സ്റ്റോക്ക് ലുക്കിൽ നിന്ന് വണ്ടി ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡൈകാസ്റ്റ് മോഡലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു മോഡലാണിത്. കാരണം നമുക്ക് റിയൽ ലൈഫിലൊന്നും വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഡൈകാസ്റ്റിലൊക്കെ ഇങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്ത് കളിക്കാൻ പറ്റിയ അടിപൊളി ഒരു ബ്രാൻഡാണ് CC എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് മേടിച്ചത് iGarage.in എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ അവരിൽ ഇപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൈകാസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഒരു മോഡലാണ്. പിന്നെ ഡിഫൻഡറിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഒടുക്കത്തെ ലുക്കാണ് വണ്ടി സ്റ്റോക്കിൽ തന്നെ. അതുപോലെ മോഡിഫിക്കേഷനോട് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി മാരക ലുക്കാവും. സോ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും നമ്മൾ ഇതുപോലുള്ള കാറുകളൊക്കെ അൺബോക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ആ കാറുമായിട്ട് നമ്മൾ ഉടനടി വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.